ശ്രീ പ്രിയദർശൻ തമ്പി, ഞാൻ അങ്ങയുടെ അല്പസമയം ഇതിനോട് ഈ ചർച്ചയിൽ ചേരണമെന്ന് പറഞ്ഞത് നിയമപരമായ ചില കാര്യങ്ങളെ സംബന്ധിച്ച് അങ്ങയുടെ ഒരു നിരീക്ഷണം അറിയാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോൾ ഇന്ന് എൻ സുബ്രഹ്മണ്യത്തിനെതിരെ കേസെടുത്തു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, സ്വന്തം ജാമ്യത്തിൽ വിട്ടു, ഇതൊക്കെ നമ്മൾ കേട്ടു. മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു വ്യാജ ചിത്രം പുറത്തിറക്കിയതിൻ്റെ പേരിൽ, അത് ഷെയർ ചെയ്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഈ കേസ് നേരിടേണ്ടി വന്നിരിക്കുന്നത്. അതിന് കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത് അവർ നാളെ മുതൽ ഈ ചിത്രമൊക്കെ അവരെല്ലാവരും വീണ്ടും ഇറക്കും, എല്ലാവരും പ്രചരിപ്പിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു കലാപാഹ്വാനത്തിന് സമൂഹ മാധ്യമം വഴി ശ്രമിക്കുന്ന ആളുകൾക്കെതിരെ എന്ത് നടപടിയാണ്, എന്ത് കേസാണ് ഉണ്ടാകുക? അവർക്ക് ഏതൊക്കെ തരത്തിലുള്ള ശിക്ഷയാണ് ലഭിക്കുക? അല്ല, തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട. കാരണം ഇത് കൃത്യമായ ഇംപേഴ്സണേഷൻ ആണ്. കാരണം ഒരു വ്യക്തി, ഇപ്പോൾ ഞാനൊന്നൊരു വ്യക്തി എന്റെ ഫോട്ടോ മോർഫ് ചെയ്ത് അല്ലെങ്കിൽ ടൂൾ ഉപയോഗിച്ച് AI ടൂൾ ഉപയോഗിച്ച് മറ്റൊരാളുടെ ഫോട്ടോയുമായി ചേർന്ന് നിൽക്കുന്നതായി കാണിക്കുക, അത് ഫോർജറി വരും, ഇംപേഴ്സണേഷൻ ആണ്. അത് ഇന്ത്യൻ പീനൽ കോഡ്, പഴയ ഇന്ത്യൻ പീനൽ കോഡ്, ഇപ്പോഴത്തെ BNS പ്രകാരം കുറ്റകരമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. അത് ഫോർജറി ഫോർ ദ പർപ്പസ് ഓഫ് ചീറ്റിംഗ് എന്ന് പറയാം. കാരണം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക, മറ്റൊരാളുടെ ഫോട്ടോ, എന്റെ ഫോട്ടോ മോർഫ് ചെയ്തിട്ട് ഒരാളിന്റെ ഫോട്ടോയുമായി കാണിച്ചിട്ട് ജനങ്ങളെ ആകെ തെറ്റിദ്ധരിക്കും. അപ്പൊ മുഖ്യമന്ത്രിയെ പോലുള്ള ആള് അല്ലെങ്കിൽ ജനങ്ങളാകെ അറിയപ്പെടുന്ന ഒരാളിനെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണെങ്കിൽ അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കോഗ്നൈസബിൾ ഒഫൻസ് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. അത് കേരള പോലീസ് ആക്ട് പ്രകാരവും BNS പ്രകാരവും അത് ഒഫൻസാണ്, കൃത്യമായ ഒഫൻസാണ്. അത് ചെയ്യാൻ ഒരു കാരണവശാലും ചെയ്യാൻ കഴിയില്ല. അത് ഇപ്പോൾ ഇൻഅഡ്വർട്ടന്റ് മിസ്റ്റേക്ക് നമുക്ക് പറയാൻ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ഡിഫൻസ് നമുക്ക് എടുക്കാം. ഉദാഹരണത്തിന് ഞാൻ അറിയാതെ അങ്ങനെ ഒരു ആരോ അയച്ച ഒരു പോസ്റ്റ് ഞാൻ ഷെയർ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാമെന്നല്ലാതെ ഞാനത് ചെയ്യും എന്ന് ഒരു ആൾക്കും പറയാൻ കഴിയില്ല. ഇത് ചെയ്തിരിക്കുന്നത് KPCCയുടെ ഉന്നതനായിട്ടുള്ള ഒരു ഭാരവാഹിത്വം വഹിക്കുന്ന വ്യക്തിയാണ് എൻ സുബ്രഹ്മണ്യൻ, സാധാരണ ആളല്ല. ഒന്നത്. രണ്ടാമത്തെ കാര്യം, താങ്കൾ ശരിയായി സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിയെക്കുറിച്ചാണ് ഈ ചിത്രം വ്യാജമായി ഉണ്ടാക്കിയിരിക്കുന്നത്. അതും സാധാരണ സമയത്തല്ല. കേരളം മുഴുവൻ വലിയ രീതിയിൽ വിശ്വാസത്തിൻ്റെ പേരിൽ ശബരിമലയിൽ ഒരു കൊള്ള നടന്നതിൻ്റെ പേരിലുള്ള ചർച്ച നടക്കുന്ന സമയത്ത് ആ കൊള്ളയിൽ മുഖ്യപ്രതിയായിട്ടുള്ള ആൾ ഈ മുഖ്യമന്ത്രിയുമായി ഇത് രഹസ്യ സംഭാഷണം നടത്തുന്നു, അയാളുടെ ചെവിയിൽ പിടിച്ച് സംസാരിക്കുന്നു എന്നൊക്കെ രീതിയിൽ പ്രചരിപ്പിക്കുകയാണ് ഇവർ. അത് കലാപാഹ്വാനം എന്നത് കുറഞ്ഞു പോകുമോ? തീർച്ചയായിട്ടും. അപ്പൊ അതിൽ കൃത്യമായ നോളജ് ഉണ്ട്, ഇന്റൻഷൻ ഉണ്ട്. അതാണ്. കാരണം ഒരു ക്രിമിനൽ ഒഫൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്, ഒരു ഒഫൻസ് നമ്മൾ കമ്മിറ്റ് ചെയ്യുമ്പോൾ അതിന് ഇന്റൻഷൻ ഉണ്ടാകണം, അതുപോലെ തന്നെ നോളജ് ഉണ്ടാകണം ഒഫൻസ് ആണെന്ന്. ഇത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ ഇന്റൻഷൻ ഉണ്ട്, നോളജ് ഉണ്ട്. കാരണം ഈ ഒരു പാട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ സംസ്ഥാനമാകെ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്ന ഒരു സമയത്ത് അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ ഏറ്റവും അനിശ്ചിതനായ ഒരു മുഖ്യമന്ത്രിയെ തന്നെ ഈ പ്രശ്നത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ വേണ്ടി ബോധപൂർവമായി മോർഫ് ചെയ്ത ചിത്രങ്ങൾ അത് ചെയ്തുകൊണ്ട്, അത് ഫോർജ് ചെയ്തുകൊണ്ട്, ഇംപേഴ്സണേറ്റ് ചെയ്തുകൊണ്ട് അത്തരത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് വലിയ ഗുരുതരമായ ക്രിമിനൽ ഒഫൻസ് ആണ്. യാതൊരു സംശയവും വേണ്ട. അങ്ങനെയുള്ള ആളുകൾക്കെതിരെ എനിക്ക് തോന്നുന്നു നടപടിയെടുക്കണം. കാരണം ഇതൊരു സൂചികയാണ്. കാരണം ഇത്തരത്തിൽ ചെയ്യുന്ന ആളുകൾ നാളെ ആർക്കെതിരെ ഇത് ചെയ്യാം? നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ ചെയ്യാമെങ്കിൽ സാധാരണക്കാർക്ക് എന്താ ചെയ്യാൻ കഴിയുക? അപ്പൊ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒഫൻസ് കൂടി വരികയാണ്. അതിനെ ഗുരുതരമായി വളരെ സീരിയസ് ആയിട്ട് നമ്മൾ അഡ്രസ് ചെയ്യണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. ശരി, പ്രിയദർശൻ തമ്പി, ഒറ്റ കാര്യം കൂടി നോക്കൂ. വളരെ സമയക്കുറവുള്ളത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇടപെടുന്നത്. സോണിയാഗാന്ധിയുടെ പേരിലും ഒരു ചിത്രം വന്നിട്ടുണ്ട്, 1-2 ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. ആ ചിത്രങ്ങളിൽ പക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ 2 MP-മാരാണ് അതിനകത്തുള്ളത്. അവർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടിട്ട് പറഞ്ഞിരിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഞങ്ങൾ അവിടെ പോയെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല, ആരാണ് അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്, അപ്പോയിൻമെൻ്റ് എടുത്ത് കൊണ്ടുവന്നതെന്നും ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞാൽ പറയേണ്ടത് സോണിയാഗാന്ധിയാണ് ഇനി എന്നാണ്. അന്വേഷണം ആ വഴിക്ക് പോകേണ്ടി വരുമോ? തീർച്ചയായിട്ടും പോകേണ്ടി വരും. കാരണം ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഇതിനകത്ത് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളുമായി, സംസ്ഥാനത്തെ MP-മാരുൾപ്പെടെ, കോൺഗ്രസ് MP-മാരുൾപ്പെടെ ആളുകളുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൃത്യമായ ബന്ധമുണ്ട് എന്ന് കാണിക്കുന്ന കൃത്യമായ, ഫോർജ്ഡ് ആയിട്ടുള്ളതല്ല, കൃത്യമായ ഫോട്ടോഗ്രാഫുകൾ നമ്മുടെ പൊതുമണ്ഡലത്തിലുണ്ട്. അപ്പൊ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ അതിനെ ഒന്ന് എങ്ങനെയാണ് ഡിഫ്യൂസ് ചെയ്യുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് വേണം ഇത്തരത്തിലുള്ള സമീപനെ കാണാൻ. ഒരു കാര്യം ഞാൻ പറയാം, ഇത് കൃത്യമായ രാഷ്ട്രീയപരമായ മാനങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നിയമപരമായ മാനങ്ങൾ മാത്രം ഒതുങ്ങി നിന്ന് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
അങ്ങനെ സംസാരിക്കുമ്പോൾ യാതൊരു സംശയവും വേണ്ട. കൃത്യമായി ഞാൻ പറയുന്നു, ഇതൊരു വലിയ ക്രിമിനൽ ഒഫൻസ് ആണ് ഇവർ ചെയ്യുന്നത്. യാതൊരു സംശയമില്ല കാര്യത്തിൽ. അതിനെ ആ തരത്തിൽ തന്നെ നമ്മൾ നേരിടണം. സമയത്തിന്റെ കുറവോട് മാത്രമാണ്. വളരെ നന്ദി അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി ഞങ്ങളോട് സഹകരിച്ചതിന്. ഒരു ഇടവേളയിലേക്ക് പോകേണ്ട സമയമാണ്. എൻ ശ്രീകുമാർ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. വളരെ ലാഘവത്തോടു കൂടി അങ്ങേക്ക് ഈ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നത് അങ്ങയുടെ മനസ്സ് വളരെ നേർത്തതായതുകൊണ്ടായിരിക്കണം, വളരെ മൃദുലമായത് ആയതുകൊണ്ടായിരിക്കണം. ശ്രീ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനുമൊക്കെ ഇന്ന് ഈ വിഷയത്തെ വളരെ നേർത്ത രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്നും വലിയ സംഭവമല്ല. മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ വ്യാജ ചിത്രം പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ഞങ്ങൾക്കെതിരെ ഞങ്ങൾ ഡാൻസ് കളിക്കുന്നതിൻ്റെ ചില ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ഇറക്കുന്നുണ്ടെന്നൊക്കെ വി ഡി സതീശൻ പറയുന്നു. എത്ര ലാഘവത്തോടു കൂടിയാണ് ഈ കാര്യങ്ങളെ സംസ്ഥാനത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രി എന്നൊക്കെ കോൺഗ്രസ്സുകാർ പ്രചരിപ്പിക്കുന്ന ആളുകളൊക്കെ ഈ രീതിയിൽ കാണുന്നതെങ്കിൽ എത്ര ഗൗരവമായിരിക്കും അവരൊക്കെ ഭരിക്കുകയാണെങ്കിൽ നമ്മുടെ നാട് എന്നുകൂടി അറിയേണ്ടതുണ്ട്. പ്രിയദർശൻ തമ്പി പറഞ്ഞതുപോലെ രാഷ്ട്രീയം മാറ്റിവെച്ച് നിയമവശം നോക്കിയാണ് ഈ വിഷയത്തെ കാണേണ്ടത്. ജനങ്ങൾ അങ്ങനെ കാണൂ. അവർക്ക് കളിക്കാനുള്ളതല്ല അവരുടെ ജീവിതം.